അപ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. മുരാരി ബാബു ഒരു തവണ ഇഡിക്ക് മുന്നിൽ ഹാജരായി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മുരാരി ബാബുവിന് ഇഡി വീണ്ടും സമൻസ് നൽകുക. വീട് നിർമ്മാണത്തിലടക്കം സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് മുരാരി ബാബു വ്യക്തത വരുത്താത്ത സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. മുരാരി ബാബുവിൻ്റെ വീട് കണ്ടിട്ടുണ്ടോ? ചങ്ങനാശ്ശേരിയിലെ മണിമാളികയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിന് എങ്ങനെ ഈ മണിമാളിക പണിയാൻ സാധിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു കേസിൽ ചെന്ന് പെടും. മണിമാളിക പണിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ എങ്കിലും ഒരു ദേവസ്വം ഉദ്യോഗസ്ഥന് എത്രത്തോളം വായ്പ അനുവദിക്കും, അദ്ദേഹത്തിൻ്റെ ഈ കുടുംബ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കട്ടെ. മാത്രമല്ല മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് നമ്മുടെ ആൻ്റണിയെയും ഇഡി ചോദ്യം ചെയ്യും എന്നാണ്. അതെ, അങ്ങനെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് മിഥുൻ അയ്യപ്പനോട് ചോദിക്കാം. മിഥുൻ അയ്യപ്പൻ കൊച്ചിയിലുണ്ട്. അതെ, കൊച്ചിയിലുണ്ട്. ആള് നേരത്തെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പം മിഥുൻ, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മിഥുന് ഈ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തു, അതുപോലെ മറ്റൊരാളെയും ദേവസ്വം ശ്രീകുമാർ ആണെന്ന് തോന്നുന്നു, ശ്രീകുമാറിനെയും ചോദ്യം ചെയ്തു. അപ്പോൾ മുരാരി ബാബുവിനെ വിടാൻ ഒരുക്കമല്ല അല്ലേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, വീണ്ടും ചോദ്യം ചെയ്യും എന്ന വാർത്ത വരുന്നു. തീർച്ചയായിട്ടും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി മുരാരി ബാബുവിൻ്റെ അനധികൃതമായിട്ടുള്ള ഒരു സ്വത്ത് സമ്പാദനം കൂടി ഇഡി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ കേസുമായി, അതായത് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമുണ്ട്, ഈ മുരാരി ബാബുവിൻ്റെ വീട് നിർമ്മാണത്തിനടക്കം ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇഡി സ്വാഭാവികമായും സംശയിക്കുന്നത്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ വെറും ക്ലർക്കായിട്ടാണ് ജോലിക്ക് പ്രവേശിച്ചത് മുരാരി ബാബു. അതിനുശേഷം 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മുരാരി ബാബുവിൻ്റെ സ്വത്തിൻ്റെ വർധനവിൽ അത് ക്രമാതീതമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡി പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. പ്രധാനമായും 2019 മുരാരി ബാബു ഈ വീട് നിർമ്മിച്ചത്. ഈ വീടിൻ്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് ഈ വലിയ ഒരു വീടുള്ളത്. അതിൽ ഏതാണ്ട് 2 കോടിയിലധികം രൂപയുടെ മൂല്യം ആ വീടിന് ഉണ്ട് എന്നാണ് ഇഡി പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വെറും ഒരു ക്ലർക്കായിട്ട് ജോലി തുടങ്ങിയ മുരാരി ബാബുവിനെ എങ്ങനെ ഇത്രയും വലിയ വീട് നിർമ്മിക്കാൻ സാധിക്കും? അതിന് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ചെയ്ത സ്വർണം ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങളാണ് ആദ്യഘട്ടത്തിൽ മുരാരി ബാബുവിൻ്റെ പേര് ഈ വിഷയത്തിൽ ഉയർന്നു കേട്ട അന്ന് മുതൽ തന്നെ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നത്. ഇതോടുകൂടി ഈ സംശയത്തിൻ്റെ നിലയിലായിരുന്നത്. ഇതോടുകൂടി ഇപ്പോൾ ഈ കേസിൽ ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കും എല്ലാം കടക്കുകയാണ്. ഈ വീട് നിർമ്മാണം സംബന്ധിച്ച് ഒരു കണക്കുകൾ അത് കൃത്യമായി നൽകാൻ, ഒരു വരവ് ചെലവുകൾ കൃത്യമായി നൽകാൻ മുരാരി ബാബുവിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ, അതായത് ഈ വീട് നിർമ്മാണത്തിന് വലിയ രീതിയിൽ തേക്ക് തടികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വിവിധ ക്ഷേത്രങ്ങളിലേക്ക് മുരാരി ബാബു ശബരിമലയിലും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലും തന്നെ വിവിധ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്നു. വൈക്കം ക്ഷേത്രത്തിലടക്കം ജോലി ചെയ്തിട്ടുണ്ട്, ഏറ്റുമാനൂർ അടക്കമുള്ള ക്ഷേത്രങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടങ്ങളിലേക്ക് തേക്ക് നിർമ്മാണത്തിന് വേണ്ടി, വിവിധ നിർമ്മാണങ്ങൾക്ക് വേണ്ടി തേക്ക് എത്തിക്കുകയും പിന്നീട് അത് വീടിൻ്റെ നിർമ്മാണത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് എത്തുകയാണ്. ഏതായാലും 2019 മുതൽ 2025 വരെ വലിയ രീതിയിലുള്ള സ്വത്തിൻ്റെ വർധനവ്, അത് അനധികൃതമായിട്ടുള്ള സ്വത്തിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആ ക്രമാതീതമായിട്ടുള്ള വർധനവിലേക്കാണ് ഇപ്പോൾ ഇഡിയുടെ എത്തിയിട്ടുള്ളത്. കാരണം ഇത് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് ഉപയോഗിച്ച പണമാണോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള സമൻസ് ഉടൻ നൽകും. പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിന് പൂർത്തിയായതിനു ശേഷമായിരിക്കും മുരാരി ബാബുവിനെ വീണ്ടും വിളിപ്പിക്കുക. എല്ലാവരെയും വിളിപ്പിക്കട്ടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
SIT ചോദിക്കാത്ത പലതും ED ചോദിക്കും, പറഞ്ഞറിയും. പക്ഷേ EDയുടെ അന്വേഷണത്തിൽ പല പരിമിതികളുമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിലും പരിമിതികളുണ്ട്. ഇതുവരെ ഈ അന്താരാഷ്ട്ര ബന്ധമൊന്നും പുറത്തു വന്നിട്ടില്ല. അതെ. പിന്നെ പലരും ഇപ്പം നേരത്തെ നമ്മൾ കേട്ട കൽപേഷ് എവിടെ പോയി? കൽപേഷാണ് ഇതും കൊണ്ട് പോയത് എല്ലാ സ്ഥലത്തും. കൽപേഷിനെ ചോദ്യം ചെയ്തോ, കൽപേഷിനെ ഇനി മാപ്പ് സാക്ഷിയാക്കുമോ എന്നൊന്നും ഒരു തരത്തിലും അറിയാൻ പറ്റുന്നില്ല. മണി വന്നു പോയി. അപ്പം അങ്ങനെ പലരും ഇപ്പോഴും അണിയറയിൽ ഇരുന്ന് കളി കാണുന്നുണ്ട്. DM മണിയുടെ പേര് വരുന്നത് എപ്പോഴാണ്? കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേൾക്കുന്ന സമയത്താണ് DM മണിയുടെ പേര് വരുന്നത്. പെട്ടെന്ന് തമിഴ്നാട് പോകുന്നു, ഡയമണ്ട് മണിയാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു, ഡയമണ്ട് മണിയെ കേരളത്തിൽ കൊണ്ടുവരുന്നു, ചോദ്യം ചെയ്യുന്നു. അതായത് അവിടെ അപ്പുറത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തെ പിന്നെ കുറ്റവിമുക്തനാണ്, DM മണിക്ക് ഒരു പങ്കുള്ളത്. അതൊരു ശ്രദ്ധ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നൊരു കഥാപാത്രമായാണ് DM മണിയെ അന്ന് മാധ്യമങ്ങളടക്കം കണ്ടത്, അല്ലേ? എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കടകംപള്ളി സുരേന്ദ്രനോ പ്രശാന്തോ ഇവരുടെ റഡാറിൽ ഉണ്ടാവില്ല. 2 തവണ ചോദ്യം ചെയ്തു. അതൊരു പ്രഹസനം എന്നുള്ളത് മാത്രമായിട്ടാണ് കാണേണ്ടു. അപ്പോൾ ഇനി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ അടി ഏറ്റുവാങ്ങാൻ ഒരു കാരണവശാലും ഇടതുമുന്നണി തയ്യാറാവില്ല. അപ്പോൾ സ്വാഭാവികമായും അവർ പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യത കുറവാണ്. എൻ്റെ ഏറ്റവും വലിയ സംശയം, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ഇനി പുതിയ സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എന്തെങ്കിലും ഉത്തരമാവോ ഈ അടുത്തെങ്ങാനും? യാതൊരുവിധ സാധ്യതയും ഇല്ല. സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകാത്തത്.